ഇപ്പം ഒരു ട്രക്ക് 1 lakh kilometers ആവുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാറ് ടൈം എടുക്കുന്ന പോലെ അല്ലല്ലോ. 1 year, ചിലപ്പോൾ ഒരു 1 yearൽ ഉത്തരം തന്നെ 1 lakh kilometers ആവും. ടയർ ചിലപ്പോൾ 2 വട്ടം മാറ്റേണ്ടി വരും. പണ്ട് കോസ്റ്റ് പെർ കിലോമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ നൗ ദാറ്റ് ഈസ് അനദർ തിങ് വിച്ച് ദ ഇന്ത്യൻ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രി, ടയർ ഇൻഡസ്ട്രി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ 20,000 rupees കൊടുത്തിട്ട് ഒരു മിഷ്ലിൻ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ട്രക്ക് ടയർ മേടിക്കുന്നു, 15,000 rupees കൊടുത്തിട്ട് ബാക്കിയുള്ള ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഒരു ടയർ മേടിക്കുന്നു. സോ യു ഫൈൻഡ് ഇറ്റ് മോർ എക്സ്പെൻസീവ് അല്ലേ. ഒരു സൈഡിൽ യു ഫൈൻഡ് ഇറ്റ് 5,000 rupees മോർ എക്സ്പെൻസീവ് ദാൻ ദ ഇന്ത്യൻ ബ്രാൻഡ്സ്. അവിടെ പക്ഷേ വി നീഡ് ടു ഡു ദ കോസ്റ്റ് പെർ കിലോമീറ്റർ കാൽക്കുലേഷൻ വിച്ച് ഇസ് ഈ പൈസ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടി നോക്കി. കുറച്ചുകൂടെ ഒരു ലോങ് ടേം വിഷൻ വേണം. അല്ല ഇപ്പം കാശ് സേവ് ചെയ്യാന്നുള്ളതല്ല വേണ്ടത്. എൻ്റെ വണ്ടിക്ക് ഞാൻ മിഷ്ലിനെ കോണ്ടിനെൻ്റൽ ഇടുള്ളൂ പറഞ്ഞിട്ടുള്ളൊരു സംഭവം ചെയ്ത് നോക്കി. യു സേവ് മണി ഓൺ കോസ്റ്റ് പെർ കിലോമീറ്റർ. യു സേവ് ലോട്ട് ഓഫ് മണി ഓൺ യുവർ ഫ്യൂൽ കൺസംഷൻ. ഞാൻ ഗിവ് എൻ എക്സാമ്പിൾ. വെൻ ഐ വാസ് വിത്ത് മിഷ്ലിൻ വേ ബാക്ക് ഇൻ 19, അപ്പം ശർമ്മ ട്രാൻസ്പോർട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ദർ യൂസ് ടു ബി ബസ് ഓപ്പറേറ്റർ. വലിയ ഫ്ലീറ്റ് ആയിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. So we tried to explain the Sharma owners that you save on fuel. But Sharma says no. Because what used to happen is, ബാംഗ്ലൂരിൽ നിന്ന് ബോംബെ പോയി തിരിച്ചു വരാനായിട്ട് ഷർമ്മയ്ക്ക് വേണ്ടത് 1,500 ലിറ്റർ ഡീസലാണെന്ന് വയ്ക്കുക ഫോർ എക്സാമ്പിൾ. നമ്മളുടെ മിഷ്ലിൻ ഡയറക്റ്റ് എപ്പോഴും ദിസ് സെയിം ഡ്രൈവർ gives the bill of 1,500. Not the actual filling of 1,500. Gives the bill of 1,500, not by filling 1,500. So what we have done is, ഞാനും എൻ്റെ ബോസായിരുന്ന ബോബ് കെയോ, we took one of the Sharma buses. We traveled from Bangalore to Bombay and came back to Bangalore in the same bus. We paid the money from our pocket to fill the fuel. And there was a fuel saving of almost 8%, 8 to 10%. On 1,500 liters is 150 liters multiplied by the number of, that time it was 30 rupees or 40 rupees. It's huge money, അല്ലേ? അത് കാൽക്കുലേഷൻ എനിക്ക് ഓർമ്മയില്ല. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അങ്ങനെയായിരുന്നു നിങ്ങളുടെ. സോ ബേസിക്കലി ദിസ് ഈസ് വൺ തിങ് ഐ ലേൺ ഫ്രം മിഷ്ലിൻ. വെൻ ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് വന്ന് പറയും ടയർ പൊട്ടി എന്ന് പറയും. ഇതെല്ലാ കസ്റ്റമേഴ്സും പറയുന്നതാണ്. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ടയർ പൊട്ടി. ഇറ്റ്സ് എ മാനുഫാക്ചറിംഗ് ഡിഫക്ട്. So what I learned from Michelin is go in details, ask him questions. എവിടെ പൊട്ടി, എങ്ങനെ പൊട്ടി എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ യു ടേക്ക് ദ ടയർസ് ഇൻ ടു യുവർ ഹാൻഡ്. അപ്പോൾ അതിനകത്ത് വീലിൻ്റെ മുകളിൽ മാർക്ക് കാണാൻ പറ്റും നമുക്ക്. ഈ പൊട്ടിയതിൻ്റെ മാർക്സ് വിൽ ബി ഓൺ ദ അലോയ് വീൽസ് ഓർ സ്റ്റീൽ ട്രിംസ് ആണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് മാർക്സ് കാണാൻ പറ്റും. അങ്ങനെ ഇഫ് യു ഗോ ഇൻ ഡീറ്റെയിൽ ഐ എം ഷുവർ. എന്താ പണ്ടത്തെ പോലെ അല്ല കേട്ടോ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഓൾ ദീസ് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പറയണത് കാര്യം ശരിയാണോ എന്ന് ഇവർക്ക് ചെക്ക് ചെയ്യാനുള്ളൊരു സംഭവമുണ്ട് അല്ലേ. ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് കുറേ കൂടെ, പക്ഷേ അത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്ത കസ്റ്റമേഴ്സ് വുഡ് അഗ്രി ടു. ചേട്ടാ മിഷേലിനെ പറ്റി മിഷേലിൻ്റെ ഒരു ഇപ്പോൾ മിഷേലിൻ ഷെഫ്, മിഷേലിൻ മാഗസിൻ, ഇതെല്ലാം മിഷേലിൻ്റെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ആയിരുന്നു. അപ്പം മിക്ക പേർക്കും അത് അറിയത്തില്ല. ലൈക്ക് മിഷേലിൻ്റെ ഹൗ ഡിഡ് മിഷേലിൻ ഷെഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോഴും മേടിക്കുന്ന ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് ഒരു അവാർഡ് പോലെയാണ്. It's an award, but how did it came എന്നുള്ളത് that is a marketing strategy. It is a Michelin strategy to Michelin chef, Michelin rating, chef rating, Michelin chef rating. നമ്മൾ ഇന്ത്യയിൽ വരാൻ പോവാണ് കേട്ടോ. ഇന്ത്യയിലുണ്ട് ഓൾറെഡി. there are quite a couple of I think restaurants which Michelin star rated. And Michelin maps, Michelin's maps ഉണ്ട്. Now Michelin is a mobility factors like tires, maps and restaurants. So what initially how it started all about is Michelin ഷെഫ് ഓർ മിഷ്ലിൻ റേറ്റിംഗ് സ്റ്റാർട്ടഡ് ഫോർ ദ റെസ്റ്റോറൻറ്റ്സ്. അവിടെ ഒരു മിഷ്ലിൻ സ്റ്റാർ റേറ്റിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആൻഡ് പീപ്പിൾ ടേക്ക് ദ കാർ ആൻഡ് ഗോ ടു ദാറ്റ് പ്ലേസ് ടു ഹാവ് ഫുഡ്, കൺസ്യൂം സീരിയസ്ലി. ആൻഡ് ദ മാപ്സ് ഹെൽപ്സ് പീപ്പിൾ ടു മൂവ്. ലൈക്ക് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഐ ഡിഡ് നോ ദ റൂട്ട് ടു കം ടു ദിസ് പ്ലേസ്. ഇപ്പോൾ റൂട്ട് മാപ്പ് ഇട്ടു. അന്ന് കാലത്ത് മറ്റേ മാപ്പായിരുന്നു കേട്ടോ. മിഷ്ലിൻ സ്റ്റാർട്ടഡ് വിത്ത് എ നോർമൽ മാപ്പ്. പക്ഷേ ഇപ്പോൾ ഞാൻ റൂട്ട് മാപ്പ് ഇട്ടു. ദെൻ ഐ വാസ് കോൺഫിഡൻറ്റ്, ഓക്കെ എനിക്ക് എൻ്റെ കാർ എടുത്ത് തന്നെ പോവാം. ഐ ഡോണ്ട് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ പബ്ലിക് ട്രാൻസ്പോർട്ട് ബിക്കോസ് ദ റൂട്ട് ഈസ് ക്ലിയർലി ദെയർ ഓൺ ദ മാപ്പ് അല്ലേ. ഇത് തന്നെയാണ് മിഷ്ലിൻ ചെയ്ത സ്ട്രാറ്റജി. അന്ന് മിഷ്ലിൻ ചെയ്തപ്പോൾ സ്ട്രാറ്റജിയിൽ അന്ന് മാപ്സ് ഉണ്ടായിരുന്നു. ഓക്കെ ഈ മാപ്പിൽ കൂടി ഇത്ര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എനിക്ക് ടെക്സാസിലെത്താം. ഗുഡ്, എക്സലൻറ്റ്, ലെറ്റ് മീ ഡ്രൈവ്. അപ്പോൾ മാപ്സ് ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. ദാറ്റ് ഇസ് ആക്ച്വലി മിഷ്ലിൻ്റെ ടയേഴ്സ് വിൽക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഈ മാപ്സും. ദാറ്റ്സ് എ വെരി ഗ്രേറ്റ് സ്ട്രാറ്റജി. ഒരു രക്ഷയില്ലാത്തൊരു ക്യാമ്പയിൻ. ഭയങ്കര ക്യാമ്പയിൻ ആയിരുന്നു മിഷ്ലിൻ മാപ്സും. ഇപ്പോഴും എന്നിട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ റൈറ്റ്. ലൈക്ക് മിഷ്ലിൻ മാഗസിനും മിഷ്ലിൻ ഷെഫും എല്ലാം മിഷ്ലിൻ ഷെഫ് റേറ്റിംഗ് ഇസ് ദ വേൾഡ്സ് ബെസ്റ്റ്. നോ അതെ. ഈ മിഷ്ലിൻ whatever they do, whatever they make sure that they make the best. അപ്പോൾ ആ ബ്രാൻഡ് നെയിമിനെ യു ക്യാൻ റിയലി ട്രസ്റ്റ്. Even Continental, it's also a German brand.
ഞാൻ കോണ്ടിനെൻ്റൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് കോണ്ടിനെൻ്റൽ. ഐ സർപ്രൈസ് BMWൻ്റെ 52 ഡിഫറെൻറ്റ് പാർട്സ് ആർ മാനുഫാക്ചർഡ് ബൈ കോണ്ടിനെൻ്റൽ, നോട്ട് ജസ്റ്റ് ടയർസ്. ഒരുപാട് നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരുപാട് സെൻസേഴ്സ്, സീറ്റ് ബെൽറ്റ്, ബ്രേക്ക് ഷിഫ്റ്റിംഗ് സിസ്റ്റം, ഒരുപാട് സംഭവങ്ങൾ. 52 പാർട്സ് ഓഫ് എ BMW 5 Series ആർ മാനുഫാക്ചർഡ് ബൈ കോണ്ടിനെൻ്റൽ. സോ കോണ്ടിനെൻ്റൽ ഈസ് നോട്ട് ജസ്റ്റ് എ ടയർ കമ്പനി. Continental, I think it's just 40% of the turnover is from the tire business. The rest all on the automotive, other brakes and shoes and brake pad stuffs. So it's another big company. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ഹാവ് ടു ഗോ ലോങ് വേ ടു കം ക്ലോസ് ടു ഈവൻ ക്ലോസ്. ഈ ഇന്ത്യയിലത്തെ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് അപ്പോളോ തന്നെയാണ് കേട്ടോ. അപ്പോളോ മേക്സ് ഇന്ത്യൻ കമ്പനീസിലെ ഒരു ഇൻ്റർനാഷണൽ കമ്പനി. അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്ന അവരൊരു ഇൻ്റർനാഷണൽ കമ്പനി, വേർഡ്സ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനീനെ ടേക്ക് ഓവറൊക്കെ ചെയ്ത് ട്രൈങ് ടു ബിൽഡ് ആൻ ഇമേജ് ഓഫ് മൾട്ടിനാഷണൽ ഈസ് അപ്പോളോ. MRF ഈസ് സ്റ്റിൽ MRFിൻ്റെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞ പോലെ മാമൻസ് റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയും. ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ് ഈസ് എ ഫാമിലി ഓൺഡ്, ഫാമിലി റൺ, ഫാമിലി മാനേജ്ഡ് കമ്പനി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ MRFിൻ്റെ ആൾക്കാർ ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്, 1 lakh rupees അത്ര ഷെയർ വാല്യൂ. ഇല്ല, കാരണം എന്താ വെച്ചാൽ വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർസ് ഫ്ലോട്ടിംഗ് ഇൻ ദ മാർക്കറ്റ് ഉള്ളൂ. ദ ചങ്ക് ഓഫ് ദ മാർക്കറ്റ് ഈസ് ഓൺഡ് ബൈ moments, relatives and friends. So it is within the family, and very few shares floating in the market. So price goes up. Plus it's a profit-making company. So let's come back to Kerala. നമ്മുടെ കേരളത്തിലൊരു ക്ലൈമറ്റ് നോക്കുകയാണെങ്കിൽ 6 months മഴ, 6 months വെയിൽ. ഇത് കൂടാണ്ട് കേരളത്തിലെ റോഡ്സ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ നമുക്ക് കുന്നുണ്ട്, മലയുണ്ട്, പുഴ, ഐ മീൻ കടൽ തീരങ്ങളുണ്ട്. സോ ടയേഴ്സ് ഒരുപാട് ടയർ ആൻഡ് വെയർസ് സംഭവിക്കാം. കാരണം കിരൺചേട്ടൻ തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ടയേഴ്സ് ആർ മെയ്ഡ് ടു ഗോ സ്ട്രൈറ്റ്. ഒരിക്കലും വളവും തിരിവും ചെയ്യാൻ വേണ്ടിയിട്ടല്ല ടയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എത്രത്തോളം നമ്മുടെ ഈ ഒരു കേരളത്തിലെ ക്ലൈമറ്റ് അല്ലെങ്കിൽ കേരളത്തിലെ ജോഗ്രഫി വെച്ചിട്ട് ടയേഴ്സിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിൻ്റെ ടെറൈൻ എന്ന് പറയുന്നത് മെൻഷൻ രണ്ടും ഉണ്ട്. നമുക്ക് വി ഹാവ് നല്ല റോഡ്സ് ഇല്ല, പക്ഷേ വി ഹാവ് സ്ട്രേറ്റ് റോഡ്സ് ആൻഡ് വി ഹാവ് മൗണ്ടൻസ്. ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന മണിയാശൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. നമ്മുടെ ഇടുക്കി ഭാഗത്തൊക്കെ ടയർ വെയർ ഭയങ്കര ഹൈ ആണ്. അവിടെ ഒരു 25,000 കിലോമീറ്റേഴ്സാണ് ഒരു ടയറിൻ്റെ ലൈഫെങ്കിൽ എറണാകുളം, ആലപ്പുഴ, തിരുവനന്തപുരം ഓടുന്ന ഒരു കാറിൻ്റെ ടയറിന് വുഡ് ബി 50,000 വുഡ് ബി ദ ടയർ ലൈഫ്. ആൻഡ് ഇഫ് എ പേഴ്സൺ ഡ്രൈവ്സ് ഫ്രം, കുറേ IT പ്രൊഫഷണൽസ് ഉണ്ട്, ദേ ഡ്രൈവ് ഫ്രം കൊച്ചിൻ, ബാംഗ്ലൂർ ആൻഡ് ബാക്ക്, കുറേ ഫ്രീക്വൻ്റ് ആയിട്ട് ദേ ഗെറ്റ് 60,000-65,000 kilometers. So that's all says something that if you have more of a straight roads, your tire life would be more, because tires are not meant to move in sideways. But when you go to നമ്മുടെ ഈ ദേവികുളം, ഇടുക്കി, മൂന്നാർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നെടുങ്കണ്ടം, വയനാട്, പാലക്കാട്, ഇവിടെയൊക്കെ when you have to take lot of winding roads, hairpin turns, that means your tire would be moving sideways. So ആ സൈഡ്വേസ് മൂവ്മെൻറ്റിൽ ടയറിൻ്റെ ബേണിങ് അല്ലെങ്കിൽ ടയറിൻ്റെ വെയർ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു സംഭവം, നമ്മുടെ നാട്ടിലത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, നമ്മുടെ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടയറിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നതും അറിവുള്ളതുമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എന്നിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ തന്നെയാണ്. മനസ്സിലായി. സ്റ്റിൽ ഇറ്റ് ഈസ് ഫോർ മീ ഇറ്റ് ഈസ് എ സർപ്രൈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് അവെയർ വാട്ട് ടയർസ് ഇസ് ഓൾ അബൌട്ട്. അപ്പം തേയ്മാനം എന്ന് പറയുന്ന സംഭവം ഇറ്റ് ഡിഫേഴ്സ്. പിന്നെ മഴ, നമ്മുടെ വേറൊരു പ്രശ്നമാണ് മഴ. നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 4 to 5 months 6 months മഴ കിട്ടും. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നതിന് നമുക്ക് ഈ ടയറിൻ്റെ പുറത്ത് കണ്ടിട്ടുള്ള ഗ്രൂവ്സ് കണ്ടുണ്ടോ, അത്ര ഡിസൈൻസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഇസ് ബേസിക്കലി നത്തിങ് ബട്ട് വെള്ളത്തിനെ മാറ്റാൻ വേണ്ടി മാത്രമാണ്. അക്വ പ്ലാനിങ് എന്ന് പറയുന്നത്, അതായത് വെള്ളത്തിനെ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ വെള്ളത്തിന് പോകാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ ടയറിൻ്റെ പുറത്ത് ഗ്രൂവ്സ് ഇട്ടുള്ളത്. നമ്മൾ ഡു യു ഫോളോ Formula 1? ഓക്കെ, Formula 1 നമ്മളെ കാണും ഈ സ്ലീക്ക് മുട്ട ടയറാണ് അല്ലേ. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർ പോയിട്ട് ടയർ മാറും. ആ ടയർ മാറിയിട്ട് അവരിടുന്ന ഇടുന്ന ടയറിന് ഗ്രൂവ്സ് ഉണ്ടായിരിക്കും. അത് ബേസിക്കലി ടു കട്ട് ദ വാട്ടർ ഓഫ്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ മഴ ഉള്ളത് കൊണ്ട് അത്യാവശ്യം ഗുഡ് എമൗണ്ട് ഓഫ് ഈ വെറ്റ് ഗ്രിപ്പുള്ള ടയേഴ്സ് ഉപയോഗിക്കുകയാണ്. ഓൾ ടെറൈൻ ടയേഴ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻ. ഓൾ ടെറൈൻ ഈസ് ലെറ്റ് മി കംപ്ലീറ്റ് ദിസ് വെറ്റ് ഗ്രിപ്പ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾ ടെറൈനിലേക്ക് വരാൻ പറ്റും. ഈ ടയറിൻ്റെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ഒരു ട്രെഡിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിലെത്ര പെർസെൻറ്റേജ് ഗ്രൂവ്ഡ് ആണെന്ന് നോക്കുക. ദ മോർ ദ ഗ്രൂവ്സ്, ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ ഇഞ്ച് എടുത്തിട്ട് അതിനകത്ത്
50% ഏരിയ ഗ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ട്രെഡ് ഡിസൈൻ ഉണ്ടെന്ന് വിച്ച് ഈസ് കോൾഡ് ലാൻസി റേഷ്യോ ഇൻ അവർ ടെർമിനോളജി. അതിൻ്റെ അർത്ഥം ദ ടയർ ഈസ് 50% good for wet roads and 50% good for dry roads. Okay. മനസ്സിലായി. If you have a 70% grooving, that is good for more for wet roads. If you have 70% tread, that means 30% grooving, that means that is good for dry roads. അപ്പോൾ ദർ ഇസ് എ ലാൻസി റേഷ്യോ. ഇതിൽ ഏതാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? നമുക്കൊരു 50-50 എങ്ങനെ പറ്റുള്ളൂ, കാരണം നമ്മുടെ വെതറിൽ ഇറ്റ് റെയിൻസ് എ ലോട്ട്. അപ്പം നമ്മുടെ എന്ന് മാത്രമല്ല, ഓവറോൾ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഫോളോസ്, പക്ഷേ ഒരു ട്രോപ്പിക്കൽ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കുറച്ചുകൂടെ മേലോട്ട് പോകുമ്പം ഈ കൂടുതലും അത്ര മഴയില്ലല്ലോ. പക്ഷെ നമ്മൾക്ക് ആ മഴയില്ലാത്ത സമയത്തിന് വേണ്ടി മാറ്റിയിടാൻ പറ്റില്ലല്ലോ. ദർ ആർ കൺട്രീസ് വെർ ദേ ഡു വിൻ്റർ ടയർസ്. വിൻ്റർ ടയറിൽ വിൻ്റർ ടയർ ഉപയോഗിക്കും, സമ്മറിൽ സമ്മർ ടയർ ഉപയോഗിക്കും, മൺസൂണിൽ അങ്ങനത്തെ രാജ്യങ്ങളും ഉണ്ട് കേട്ടോ.